പരസ്പരം പുകഴ്ത്തി തൃശൂർ മേയറും കേന്ദ്രമന്ത്രിയും തൃശൂരിന്റെ എംപിയുമായ സുരേഷ് ഗോപിയും. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയെന്ന് തൃശൂർ മേയർ MK വർഗീസ്. തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി മനസ്സിൽ വലിയ പ്രതീക്ഷയുള്ള ആളാണ് സുരേഷ് ഗോപി. വലിയ വലിയ സംഭവങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും മേയർ പറയുന്നു. രാഷ്ട്രീയം മറന്ന വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് മേയർ എന്ന് സുരേഷ് ഗോപി. അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം വെച്ചാൽ അദ്ദേഹം യഥാർത്ഥമായി അദ്ദേഹം മന്ത്രിയായതിനു ശേഷം വലിയ പദ്ധതികൾ കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഭിപ്രായം. നമ്മുടെ കേരളത്തിന് യോജിച്ച തരത്തിലുള്ള തൃശ്ശൂരിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷയുള്ളവരാണ്. വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും. ജനപ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു തെളിവായി അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അത് ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് ആദരിക്കാനും ശ്രമിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിര് നിൽക്കില്ല. എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ, ശാരീരികമായിട്ടല്ലേ. MS ലിഷോ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ലിഷോ, ഇതിനു മുൻപും ഈ അഭിനന്ദനവും പ്രശംസയും പുകഴ്ത്തലും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അത് തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു. അത് LDFനെ മൊത്തം വെട്ടിലാക്കിയിരുന്നു. MK വർഗീസ് രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേട്ടതാണ്. പിന്നീട് അദ്ദേഹം VS സുനിൽകുമാറിനൊപ്പം വന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതും നമ്മൾ കണ്ടു. ഇതിപ്പം എന്താണ് സംഭവം? ഇന്നിപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷന്റെ പദ്ധതികളും ഉദ്ഘാടനം തൃശ്ശൂരിൽ നടക്കുന്നതിനിടയിലാണ്, അയ്യന്തോളിൽ നടക്കുന്നതിനിടയിലാണ് ഇരുവരും ഒരു വേദിയിൽ വീണ്ടും എത്തിയത്. നേരത്തെ LDFന്റെ മേയർ സുരേഷ് ഗോപിയുമായുള്ള സൗഹൃദം അത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തലായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. CPMും സമാനമായ രീതിക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇടതുമുന്നണിയിൽ CPI മേയറെ മാറ്റണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലും ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം എല്ലാം സമവായത്തിലെത്തിയതായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഇരുവരും ഒരേ വേദിയിലെത്തിയപ്പോഴായിരുന്നു പരസ്പരം പുകഴ്ത്തി സംസാരിച്ചത്. സുരേഷ് ഗോപിയെ ജനം വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷകളോടെയാണെന്നും വികസനത്തിന് വേണ്ടി മനസ്സിൽ വലിയ പ്രതീക്ഷകൾ കൊണ്ടു നടക്കുന്ന ആളാണെന്നും സുരേഷ് ഗോപി എന്ന് മേയർ പറയുകയും ചെയ്തു. അതേസമയം സുരേഷ് ഗോപിയും തിരിച്ച് മേയറുടെ രാഷ്ട്രീയത്തിനപ്പുറം എല്ലാം മറന്ന് വികസനത്തിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് മേയർ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പറഞ്ഞ് സുരേഷ് ഗോപി മേയറെയും പുകഴ്ത്തി. അതിനുശേഷം പക്ഷേ സംസാരിച്ച ഡെപ്യൂട്ടി മേയർ സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വരികയായിരുന്നു. സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെ തന്നെ ഈ യോഗത്തിൽ സംസാരിക്കുകയും വിമർശിക്കുകയും ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.